ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. എനിക്ക് കുറേ അധികം റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒന്നായിരുന്നു ജേർണൽ സപ്ലൈൻസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട്. ഇതൊരു 1-2 ഇയർ ബാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ജേർണൽ സപ്ലൈൻസ് ആയിരുന്നു. ആ ടൈമിൽ ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര ട്രെൻഡായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തുള്ളത്. അപ്പോൾ ഞാൻ പാറ്റേൺ പേപ്പേഴ്സൊക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ ബ്രദറിനെയാണ്. അപ്പം നോക്കിയപ്പോൾ അവൻ കുറേ പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വിചാരിച്ചു. അവൻ ആനിമ നെറൂട്ടോ ഒക്കെ കാണുന്നത് ഭയങ്കര ആളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പാറ്റേൺ പേപ്പറാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ മതിയാവും, ഞാൻ പറയാറുണ്ട് എനിക്ക് ഡ്രോയിങ് തീരെ അറിയില്ല. നേരെ തിരിച്ച് എൻ്റെ ബ്രദറിന് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ ഡ്രോയിങ് ചെയ്യാൻ അറിയാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സിമ്പിൾ ഡിസൈൻസ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആ ഒരു പേപ്പർ 2 ഫോൾഡ് ചെയ്യുക, പിന്നെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക, പിന്നെ 6 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലാരിറ്റി ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ നമ്മുടെ ഇതില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോയിങ് പേപ്പർ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ A4 ഷീറ്റ് എടുക്കുക. ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു A4 ഷീറ്റിലായിരുന്നു. ബട്ട് അതിനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മൂടി വെച്ചിട്ട് ഇതേപോലെ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വേറെ ഒന്നും തന്നെയായിരുന്നു ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കയ്യിൽ ബ്രൗൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ വാങ്ങിയതാണ് കേട്ടോ. ഈ കാണുന്ന ബ്രൗൺ കളറ് അടിപൊളിയാണ്. എനിക്ക് ബ്രൗൺ ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. വിൻറ്റേജൊക്കെ തീം വിചാരിക്കുന്നവരാണെങ്കിൽ ബ്രൗൺ അടിപൊളിയായിരിക്കും. വേറെ കളേഴ്സിലൊക്കെ നമുക്കിത് ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രൗണിൽ കുറച്ച് വാട്ടർ മിക്സ് ചെയ്താൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പിന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഡ്രോയിങ് ഒന്നും ചെയ്യാനല്ല, ഇത് ക്രസ്റ്റ് പേപ്പർ ആക്കാണ്. ക്രസ്റ്റ് പേപ്പർ ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെ ചുരുട്ടിക്കൂട്ടുക. അപ്പോൾ അത് ഒരു അടിപൊളിയായിട്ട് തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു ജേർണലിന് കുറച്ച് ഇങ്ങനെ ക്രസ്റ്റ് പേപ്പേഴ്സ് ആകുമ്പോൾ കുറച്ചൊരു ഭംഗി ഫീൽ ചെയ്യിക്കും. ഞാനങ്ങനെ ഒന്ന് ക്രസ്റ്റ് പേപ്പർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ അങ്ങനെ ഒരു ഡിസൈനാട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. അതും എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇത് എൻ്റെ ഞാൻ ജേർണൽ ചെയ്യാൻ വേണ്ടി എനിക്ക് കുഞ്ഞാൻ്റെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഇങ്ങനെ ബ്ലാക്ക് കളറിലെ വിൻറ്റേജ് തീമിലുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ആ റൈറ്റിങ്സ് എടുത്തിട്ട് ബ്രൗൺ കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കാറ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ റൈറ്റിങ്സ് ഇല്ലാത്തവരാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എടുത്തിട്ട് ബ്രൗൺ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റിങ്സ് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ബ്രൗൺ കളർ അടിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ബെയിനിങ് ബ്രഷ് വെച്ചിട്ട് ഞാൻ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി പാറ്റേൺ ആണ്. ഇനി ബെയിനിങ് ബ്രഷ് ഇല്ലാത്തവരാണെങ്കിൽ ടൂത്ത് ബ്രഷ് വെച്ചിട്ടാണെങ്കിലും ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യത്തെ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്തത് ക്രഷ്ഡ് പേപ്പർ ആക്കി കൊടുക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും ഞാൻ ഇതേപോലെ റൗണ്ട് ചെയ്തു, അതും ക്രഷ് പേപ്പർ ആക്കാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രഷ് പേപ്പർ ആക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ക്രഷ് പേപ്പറാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇങ്ങനെ കുറച്ച് 6 ഡിസൈൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോയിൻ സ്റ്റിക്കേഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വരയ്ക്കാൻ അറിയാത്തതാണ്, കുറച്ച് തട്ടിക്കൂട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതും ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു. അത് തന്നെയാണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അതെൻ്റെ കയ്യിൽ ഇല്ല. അപ്പം അത് ഞാൻ ചെയ്തൊരു ഓർമ്മയിൽ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കോയിൻ അടിയിൽ വെച്ചിട്ട് ക്രയോൺസ് വെച്ചിട്ട് തന്നെ കളർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാട്ടോ ഞാൻ ഇതാക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒട്ടിക്കാനൊക്കെ കഴിയുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാറ് ചെയ്യുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ കോയിൻ സ്റ്റിക്കർ. പിന്നെ അടുത്ത് നമ്മൾ സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാമ്പിൻ്റെ കത്രിക പോലത്തെ ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതില്ലാത്തവരാണെങ്കിൽ സാധാ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ വേറെ വീഡിയോസൊക്കെ വേറെ കുറേ കണ്ടൻറ് ക്രിയേറ്ററായിട്ടുള്ള ആൾക്കാരെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല, കാരണം എനിക്ക് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കി നോക്കുക. അപ്പോൾ ഇത് ഞാൻ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും പിക്ചേഴ്സൊന്നും വരയ്ക്കുന്നില്ല, കാരണം നമ്മൾ ചെയ്യുന്ന തീമിനനുസരിച്ച് വരച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതേപോലെ ലീഫ് വരച്ച് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് ബ്ലൂവിനെ കൊണ്ടാണ് കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് പേപ്പറാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കി ആ പേപ്പറായിരുന്നു. ഞാനിത് ചെയ്യുമ്പോഴേക്ക് ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇതേപോലെ ആദ്യം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. റൈറ്റിങ്സ് ഉള്ള പോർഷൻ മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പേപ്പർ. അത് കഴിഞ്ഞ് ഇങ്ങനെ കൈനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന കേട്ടോ അതിൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് നമ്മളിതേപോലെ ഇങ്ങനെ തീയിൽ വെച്ച് ഇങ്ങനെ കത്തിച്ച് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായി ഫീൽ ചെയ്യും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന അടിപൊളിയായിട്ടുള്ള ജേർണൽ സപ്ലൈ. ഞാൻ കുറച്ചെന്നെ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിതേപോലെ തന്നെ പാർട്ട് 2 എന്നുള്ള രീതിയിൽ ഞാൻ
അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വാഷിംഗ് ടേപ്പൊക്കെ ഉണ്ടാക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ഓൾറെഡി കുറേ ഇതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.